ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയായിരിക്കും കട്ട് ഓഫ് 2025 ജെയുടെ CBT 1 കട്ട് ഓഫ് എത്രയായിരിക്കും, എപ്പോഴായിരിക്കും റിസൾട്ട് വരിക, CBT 1 റിസൾട്ട് വരിക, അപ്പൊ CBT 2 എക്സാം എപ്പോഴായിരിക്കും വരിക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പലരും അത് ചോദിച്ചിട്ടുണ്ടാവാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ. 2024 നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ 25 നമുക്കത് ചെയ്യാമെന്നുള്ള ഒരു ധാരണയിൽ എത്തിയേക്കുന്നത്. എനിവേ നമുക്ക് ഇപ്രാവശ്യം ചെയ്യുന്നതിൽ നല്ലോണം ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്കവിടെ നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഏതാണ് ടഫ് ഷിഫ്റ്റ് ഏതാണ് ഈസി ഷിഫ്റ്റ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വരാം. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ, ഒരു സെറ്റ് ഓഫ് സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ നോർത്ത് ഇന്ത്യൻസിന്റെ ഡാറ്റയാണിത്, അല്ല നമ്മുടെ കയ്യിൽ ഇത്രയും വലിയ ഡാറ്റ നമുക്ക് അവിടെ കിട്ടില്ലല്ലോ. ഓക്കെ, നോർത്ത് ഇന്ത്യൻസ് റാങ്ക് മിത്ര, റാങ്ക് ബിൽസ് അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ ഡാറ്റയാണിത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഫെബ്രുവരി 25 മൂന്നാമത്തെ ഷിഫ്റ്റ് ആണ് ഏറ്റവും ടഫസ്റ്റ് ഷിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി 20 സെക്കൻഡ് ഷിഫ്റ്റ്, അവിടെ 49.09 മാർക്കാണ് ആവറേജ്, ഇവിടെ 47ആണ് ആവറേജ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ടഫ് എന്ന് പറയുന്നത് 20 ഫസ്റ്റ് ഷിഫ്റ്റ് 50.59. ഏറ്റവും ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്നത് 19 സെക്കൻഡ് ഷിഫ്റ്റ് 56ആണ് അവിടെ ആവറേജ് വന്നേക്കുന്നത്. പിന്നെ അവിടെ ഫെബ്രുവരി 20 തേർഡ് ഷിഫ്റ്റ് 56.05. പിന്നെ 19 ഫസ്റ്റ് ഷിഫ്റ്റ് 53.97. ഒരു മോഡറേറ്റ് ഷിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ഇതാണ്, അതായത് 19 തേർഡ് ഷിഫ്റ്റ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് അവിടെ ഷിഫ്റ്റ് അനാലിസിസ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ റോ സ്കോർ ഉണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് അവിടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ആ കീ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു മാർക്ക് കിട്ടും. അതിന് ബേസ് ചെയ്തുള്ള ഡാറ്റയാണ്. ഏറ്റവും ടഫ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 25, അതായത് അവസാന ദിവസത്തെ തേർഡ് ഷിഫ്റ്റ്. ഏറ്റവും ഈസി എന്ന് പറയുന്നത് 19 സെക്കൻഡ് ഷിഫ്റ്റ്. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു റാങ്ക് പ്രൊഡിക്ഷൻ പോലെ, സോറി, കട്ട് ഓഫ് പ്രൊഡിക്ഷൻ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഡാറ്റാസ് നമുക്ക് അവിടെ കിട്ടിയ ഡാറ്റാസ് ഭയങ്കര, സോറി, നമുക്ക് അവിടെ കിട്ടിയിരുന്ന ഡാറ്റ, അതായത് നമ്മൾ അപ്ലിക്കൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ. 5,74,402 ടോട്ടൽ അപ്ലിക്കൻസ് വരുന്നത്. ട്രിവാൻഡ്രാക്കിൽ ആണെങ്കിൽ 13,041, ബംഗളൂരു ആണെങ്കിൽ 24,050, ചെന്നൈ ആണെങ്കിൽ 49,110. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ ഇതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതാണ്, അതായത് നമുക്ക് അവിടെ കട്ട് ഓഫ് പ്രൊഡിക്ഷൻ എന്ന രീതിയിലേക്ക് നമുക്ക് അവിടെ ഈ ഇന്നത്തെ ദിവസം നമുക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഏറ്റവും ടഫ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 47.29 റോ മാർക്സ് ഉള്ള 25 തേർഡ് ഷിഫ്റ്റ് ആണ്. ഈസി എന്ന് പറയുന്നത് 19 സെക്കൻഡ് ഷിഫ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഷിഫ്റ്റ് ഏതാണെന്നില്ല നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ റോ മാർക്സ് എത്രയാണെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു കട്ട് ഓഫ്, അതായത് നിങ്ങൾക്ക് എത്ര മാർക്കിൽ കൂടുതൽ ആൾക്കാർ, എത്ര മാർക്കിന് കൂടുതലുള്ളവര് പഠിക്കണം, CBT 2 വേണ്ടി പഠിക്കണം എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഒക്കെ നോക്കുമ്പോൾ 75 റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ അതിന് 70-ന് മേലുള്ളവരൊക്കെ എന്തായാലും CBT 2 വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ കുറച്ച് ഡാറ്റ അവിടെ മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ എനിവേ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അപ്പൊ നിങ്ങൾക്ക് ഇതേ ഫീലിംഗിനാണ്, അതായത് നിങ്ങളുടെ ഷിഫ്റ്റ് ടഫ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റ് ഈസി ആണെന്നുള്ള ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഒബിയസ്ലി ടഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോർമലൈസേഷൻ ചെയ്യുമ്പോൾ, ആ ഒരു ഫോർമേഷൻ നോർമലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് അവിടെ കൂടുന്നുണ്ടാവും. എന്തായാലും നല്ല രീതിയിൽ തന്നെ അവിടെ മാർക്ക് അവിടെ കൂടുന്നുണ്ടാവും. ഓക്കെ, എനിവേ നമുക്ക് അവിടെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.